അതിന് പ്രധാന കാരണം 3-4 പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞു. അതിൽ ശ്രീമാൻ പ്രേമചന്ദ്രൻ വളരെ സമഗ്രമായ, വളരെ പഠനാർഹമായി ആ വിഷയം സംസാരിച്ചു എന്നത് എനിക്ക് വളരെ അഭിമാനവും ആഹ്ലാദവും തോന്നിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ ജമാൽ മുഹമ്മദ്, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം എഴുതിയ ആളാണ്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വഴിയൊന്നും ചെയ്തോളാം. നമ്മളിപ്പോൾ ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. സമൂഹത്തിൽ ആദരിക്കേണ്ട ആളുകളെ നമ്മൾ ആദരിക്കാറുണ്ട്. മഹാത്മാഗാന്ധി ഇന്നങ്ങനെ ആദരിക്കപ്പെടുന്നില്ല. പകരം ആദരിക്കപ്പെടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരാണ്. ശ്രീനാരായണ ഗുരു ആദരിക്കപ്പെടുന്നില്ല. മറ്റു പല ഗുരുക്കന്മാരാണ് ആദരിക്കപ്പെടുക. അതുതന്നെയാണ് മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും ബുദ്ധന്റെയും ഒക്കെ സ്ഥിതി. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ഏജ് ഓഫ് വാൻഡീസൈഡ് എന്ന് വിളിക്കാം. പ്രവാചക ഹത്യയുടെ യുഗമാണ്. എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വർദ്ധിക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തുകൊണ്ടാണ് ആദരിക്കപ്പെടാതെ പോയത്? വേണ്ടത്ര ചരിത്രത്തിൽ വലിയ ഇടം നേടിയിട്ടുണ്ടെന്ന ഒരു മഹാ വ്യക്തിത്വം എങ്ങനെയാണ് ഇങ്ങനെയായി പോയത്? അത് ശരി പറയുന്നവർക്കല്ല ചരിത്രത്തിൽ ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ശരി പറയുവാൻ പാടില്ല. കേരളത്തില് പൊതുസമൂഹവും വിശേഷിച്ച് ഇസ്ലാം സമൂഹവും ഏറ്റവും അധികം ആദരിക്കേണ്ടുന്ന ഒരു പരമാചാര്യനെ, പരമഗുരുവിനെ കാണുന്ന മട്ടിൽ ആദരിക്കേണ്ട ആളാണ് വക്കം മൗലവി. പക്ഷെ അതിനാവശ്യമായ വിജ്ഞാനവും ബൗദ്ധിക ശേഷിയും നേടാൻ നമുക്കായില്ല. വക്കം മൗലവി ഒരു ഒറിജിനൽ മുസ്ലിമായിരുന്നു. ഇന്ന് ഒറിജിനൽ മുസ്ലിങ്ങളില്ല. എവിടെ ഇരിക്കാം? ഒരു ഒറിജിനൽ ശ്രീനാരായണീയനുണ്ടോ? ഈടൊരു നമുക്ക് ഒറിജിനൽ ആളുകൾ വേണ്ടേ? അങ്ങനെ ഉണ്ടാകുന്നില്ല. മൗലവി ഒരു യഥാർത്ഥ ഇസ്ലാം മാത്രമല്ല, അദ്ദേഹം ഒരു ദേശീയ മുസ്ലിമായിരുന്നു. അദ്ദേഹം വർഗീയ മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം ഒരു സാർവദേശീയ ഇസ്ലാമായിരുന്നു. ഇസ്ലാമിന്റെ സാർവദേശീയമായ മഹാവ്യക്തിത്വമുണ്ടല്ലോ. ഇസ്ലാമിന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഞാൻ വഴങ്ങിക്കൊടുക്കില്ല എന്നതാണ്. ആ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് ഒരു ജനതയെ ഉയർത്തുവാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. അതിന് പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെയും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലെയും കേരളത്തിലെ ഇസ്ലാമിന്റെ സ്ഥിതി പരമദയനീയമായിരുന്നു. വിദ്യാഭ്യാസം അശേഷമില്ല. വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരങ്ങൾ അവർക്ക് ഒഴിവാക്കപ്പെട്ടിരുന്നു. മൗലവി പറഞ്ഞു, ഇസ്ലാമിന് മദ്രസകളില് നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസം പോരാ. അറബ് അത്യാവശ്യം കൂട്ടി വായിക്കാനുള്ള പഠനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് പോരാ ഇസ്ലാമിന്. ഇസ്ലാം വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സാർവദേശീയമായ അനന്ത വിഹായസിലേക്ക് ഉയരണം. അതിനവരെ പ്രാപ്തമാക്കണമെന്നാണ് മൗലവി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുസ്ലിം ജനസമൂഹത്തെ വിദ്യാഭ്യാസവൽക്കരിക്കുവാൻ പരിശ്രമിച്ചു. തന്റെ പ്രൗഢോജ്വലമായ അധ്യാപനത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് സ്വയം അതിമഹത്തായ വിജ്ഞാനത്തിന്റെ സാഗരത്തെ തന്നിലേക്ക് ആവാഹിക്കുകയായിരുന്നു.
അദ്ദേഹം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നതുകൊണ്ട് മലബാറിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാം പണ്ഡിതന്മാരെയും മതേതര പണ്ഡിതന്മാരെയും സ്വന്തം കുടുംബത്തിൽ വരുത്തി പഠിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെയായിരുന്നു, മുഹമ്മദ് കുഞ്ഞി. അദ്ദേഹം മലയാളം ഭംഗിയായി പഠിച്ചു. 7ഓളം ഭാഷകൾ അഗാധ പാണ്ഡിത്യം. തമിഴ് നന്നായി പഠിച്ചു, സംസ്കൃതം നന്നായി പഠിച്ചു, ഇംഗ്ലീഷ് നന്നായി പഠിച്ചു, ഉറുദു നന്നായി പഠിച്ചു, അറബ് പഠിച്ചു, പേർഷ്യൻ ഭാഷ പഠിച്ചു. ഈ നന്നായി പഠിച്ച 7 ഭാഷകളിലും വ്യാകരണം എഴുതാനുള്ള ധാരണയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അഗാധമായ ഭാഷാ പാണ്ഡിത്യം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ മുഴുവനും പഠിച്ചു. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മാത്രമല്ല അദ്ദേഹം പഠിച്ചത്. ഖുർആൻ അതിമാരമായ ജ്ഞാനദൃഷ്ടയോടെ പഠിച്ചു. ഹദീസുകൾ മുഴുവനും പഠിച്ചു. വ്യാജ ഹദീസുകളെ ഒഴിവാക്കി. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. ഹദീസുകൾ ഒരുപാട് വ്യാജനുണ്ട് കേട്ടോ. ഇമാം ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് 4,50,000 ഹദീസാണ് സ്വീകരിച്ചത്. ബാക്കിയൊക്കെ വ്യാജമാണ്. ഇമാം മുസ്ലിം ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് 3,50,000 സ്വീകരിച്ചത്. ഇതെല്ലാം ശരിയായി പഠിച്ചു. എന്നിട്ട് ഇസ്ലാമിൽ ഉയർത്താൻ അദ്ദേഹം ചെയ്തൊരു മാർഗം, അതായത് ഇബ്നു തൈമിന്റെയും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ഒക്കെ അതിമഹത്തായ സാമൂഹ്യ മഹാബോധം, നവോത്ഥാന ബോധം കേരളത്തിലെ മുസ്ലിങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. അതാണ് വിഷയം. കേരളത്തിലെ മുസ്ലിങ്ങൾ അന്ധകാരത്തിൽ ഇരുണ്ടു കിടക്കുകയായിരുന്നു. അവർക്ക് മതസംഘടനയിൽ നിന്ന് ലഭിക്കുന്ന വളരെ ചെറിയ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോരാ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മൗലവി. അദ്ദേഹം ചെയ്ത തന്ത്രം എന്താണ്? അദ്ദേഹം വലിയ സ്പിരിച്വൽ സ്ട്രാറ്റജി ഉപയോഗിച്ച ഒരാളാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിത്യ സന്ദർശകനായിരുന്നു ഒരു കാലത്ത്. മൗലവിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുഞ്ഞിയുടെ മൗലവിയുടെ അച്ഛൻ മുഹമ്മദ് കുഞ്ഞിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് ബീജി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് ശ്രീനാരായണ ഗുരു. അടുത്ത സുഹൃത്ത്. അവരെപ്പോഴും ഈ 12ാം ലോകത്തിലുണ്ടാവും. 12ാം വിളാകം ലോകത്തിലെ വീട്ടിൽ വരുന്നില്ലേ, 12ാം വിളാകം അവിടെ ഉണ്ടാവും. ചർച്ചകൾ ചെയ്യും. നവോത്ഥാന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇസ്ലാമിനകത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. മറ്റ് മതങ്ങൾക്കകത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു അപാരമായ നവോത്ഥാന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് മൗലവിയുടെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇസ്ലാം ധർമ്മപരിപാലന യോഗം ആരംഭിച്ചത്. പോലെ അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അതാണ്. പിന്നെ അതൊക്കെ പോയി. അതൊരു വലിയ കാഴ്ചപ്പാടാണ് ഇതെല്ലാം. അത് ഞാൻ പറഞ്ഞു പോകുന്ന അദ്ദേഹം ചെയ്തത് ഇസ്ലാമിൽ കാറ്റും പഠിച്ചോ പ്രവേശിക്കണം. അതിന് ഏതെങ്കിലും പുരോഗമനപരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം ഉപയോഗിച്ചില്ല. നിങ്ങളത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയാണല്ലോ, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല, പുതിയ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല അദ്ദേഹത്തിന് നേരിട്ടത്. അതാണ് ആത്മീയ തന്ത്രം ഞാൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അങ്ങനെ തന്ത്രം ഉപയോഗിച്ച ആളാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? ദയാനന്ദ സരസ്വതിയെ പോലുള്ള ആളുകൾ യു കം ബാക്ക് ടു വേദാസ്, നിങ്ങൾ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു ഹൈന്ദവരെ ഉദ്ധരിക്കാൻ പരിശ്രമിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുറാനിലേക്ക് മടങ്ങുക, നിങ്ങൾ കിതാബിലേക്ക് മടങ്ങുക, അതാണ് വേണ്ടെന്ന് പറഞ്ഞു. അതിന് യഥാർത്ഥ വചനങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അവരുടെ പ്രഭാഷണങ്ങൾ കേരളം മുഴുവൻ പ്രതിധ്വനിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഖുറാനിലെ 1-ാമത്തെ അധ്യായമായ അൽ ഫാത്തിഹയിൽ പരമകാരുണികനെ വിശേഷിപ്പിക്കുന്ന 4 പ്രയോഗങ്ങളുണ്ട്, പദങ്ങളുണ്ട്. ഒന്ന് റുബൂബിയ്യം, ഇദ്ദേഹം പറയുകയാണ്. ഒന്ന് ഹിദായത്ത്, അദാലത്ത്, റഹ്മത്ത്. ഈ 4 മഹനീയ ആശയങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്താൽ
നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാകും, നിങ്ങൾ നവോത്ഥാന മുസ്ലിമാകും. അതാണ് പറഞ്ഞത്. ഇതിൽ മൗലവി പ്രസംഗിക്കുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും മഹാനായ ഇസ്ലാം പണ്ഡിതനായിരുന്നല്ലോ ഡോക്ടർ അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ഉറുദു ഭാഷയിലേക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ആളാണ്. അദ്ദേഹത്തിന് ഖുർആനിലെ ചില ആയത്തിലുള്ള ഈ സംശയം വരുമ്പോ, വേണ്ടത്ര തെളിയാതെ വരുമ്പോ, പണ്ട് പ്രവാചകൻ ചെയ്തതുപോലെ അദ്ദേഹം ഹീറാമലയുടെ താഴ്വാരത്തിലൂടെയാണ് പോയതെങ്കിൽ ഇദ്ദേഹം ഹിമാലയൻ താഴ്വാരത്തിൽ പോയിട്ടുണ്ട്. അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് പറയും, ഖുർആനിൽ 300-ലധികം പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദമുണ്ട്, അത് റഹ്മത്താണ്, പരമകാരുണ്യം. ആ മഹാകാരുണ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. ഒരു ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. എന്തൊരു സംബോധനയാണ്! എനിക്ക് നേരി മാർഗം കാണിച്ചു തരുന്ന ആളാണ്, ഹിദായത്താണ്. നിങ്ങൾ പ്രഖ്യാപിക്കുക. അതിമഹത്തായ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കേരളീയ നവോത്ഥാനത്തിന്റെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ EMS എഴുതി, പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ ചവിട്ടിക്കുഴച്ച മണ്ണിലാണ് ഞങ്ങൾ കമ്മ്യൂണിസത്തിൽ വിത്ത് വിതച്ചത്. അതുപോലെ വക്ക അബ്ദുൽ ഖാദർ മൗലവിയും ചവിട്ടിക്കുഴച്ച മണ്ണാണ് പിൽക്കാലത്തെ കേരളീയ നവോത്ഥാനത്തിനും രാഷ്ട്രീയ നവോത്ഥാനത്തിനും വഴിമരുന്നായതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ല നമുക്ക് പറയാൻ കഴിയുമല്ലോ. അദ്ദേഹം അതുകൊണ്ട് ഖുർആൻ ഉയർത്തുന്ന അതിമഹത്തായ ആശയ സാമ്രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ധാരാളം അനാചാരങ്ങൾ, പ്രേമേന്ദ്രൻ പറഞ്ഞ അനിസ്ലാമികം എന്നൊക്കെ പറഞ്ഞ അത്തരം കാര്യങ്ങൾ ധാരാളം മതത്തിലുണ്ട്, പ്രാദേശികമായിട്ട്. മലബാറിലെ പല രീതികളല്ല തിരുവിതാംകൂറിലുള്ളത്, ആ രീതിയിലെ വേറെ സ്ഥലത്തുള്ളത്. ഇതൊക്കെ നോക്കണം. ഖബറുകളെ പുണ്യവസ്തുവായി കണ്ട് വന്ദിക്കുക, അത് അനിസ്ലാമികമാണ്. ധാരാളം മൗലവിമാര്, കൊച്ചു കൊച്ചു ലോക്കൽ മൗലവിമാരല്ല, മന്ത്രം ജപിക്കുക, വെള്ളം ജപിച്ചു കൊടുക്കുക, ചരട് കെട്ടി കൊടുക്കുക, പ്രാർത്ഥിച്ച് രോഗഭേദം വരുത്തുമെന്ന് പറയുന്നതെല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇതൊന്നും പാടില്ലെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ യാഥാസ്ഥിതിക ഇസ്ലാം പണ്ഡിതർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഒരു ബഹളം ഉണ്ടാക്കും. അതങ്ങനെയായിരുന്നല്ലോ. അന്നത്തെ യാഥാസ്ഥികരാണല്ലോ മുഹമ്മദ് നബിയെ ഓടിച്ചത്. ചിത്രമുണ്ടായത് അങ്ങനല്ലേ? മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് യത്രീബിലേക്ക് ഓടിച്ചല്ലോ. അദ്ദേഹം യത്രീബ് ജന്മദിനേഷമാണല്ലോ അത് മദീനയായത്, മദീനത്തുൽ നബി. അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റിക്കേണ്ടി വന്നില്ലേ? അത്രയൊന്നുമില്ലെങ്കിലും, പ്രവാചകന്റെ പീഡനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സമാന സ്വഭാവം പറയുന്ന കൊച്ചു കൊച്ചു പീഡനങ്ങൾ ഒരുപാട് മൗലവി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ ചിന്തയിൽ രക്തവും കൊടുത്ത് വളർത്തിയതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം മൗലവി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഞാൻ ചോദിച്ചിട്ടേ, അദ്ദേഹം പറഞ്ഞല്ലോ ഖുർആനിലേക്ക് മടങ്ങാൻ. ഖുർആൻ എവിടെയാണ് സ്ത്രീ വിദ്യാഭ്യാസം പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്? അതാണ് ഒരു സമുദായത്തെ സമുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം. ഖുർആൻ എവിടെയാണ് തീവ്രവാദം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? പല സംഘടനകളും അങ്ങനെ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, പ്രവാചക ചര്യയിലേക്ക് മടങ്ങുക. അക്രമം കാണിക്കുന്നത് എന്റെ കൂടെ അല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട 10,000-കണക്കിന് ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളായിരുന്നല്ലോ അറേബ്യയിലുണ്ടായിരുന്നത്. കാവയുടെ സൈഡ് തൂക്കിയിടുമായിരുന്നല്ലോ എന്തെല്ലാം വിഗ്രഹം. പ്രവാചകൻ അതിനെല്ലാം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൗഹീദ്. അവിടെ പിന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അനുഷ്ഠാനങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് നമസ്കാരമായാലും വിധാനുഷ്ഠാനമായാലും സക്കാത്തായാലും ഹജ്ജായാലും ജിഹാദായാലും. ജിഹാദിന് മൗലവി പറഞ്ഞ അർത്ഥമുണ്ട്, പക്കം മൗലവി പറഞ്ഞ അർത്ഥമുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന അന്യമതസ്ഥന്റെ മേഖല കയറുന്നതല്ല, അന്യരാജ്യത്തിന്റെ മേഖല കയറുന്നതുമല്ല. പിന്നെയോ നമ്മുടെ എല്ലാ മനസ്സിൽ, അത് ഇസ്ലാമിന്റെ ആയാലും ഹിന്ദുവിന്റെ ആയാലും എല്ലാവരെയും മനസ്സിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ അധർമ്മത്തിനെതിരായി മുഴക്കേണ്ട ശബ്ദമാണ് ജിഹാദ്. സമാനമായി പിൽക്കാലത്ത് അമീർ അലി പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ഇസ്ലാം എന്ന അതിമനോഹരമായ ഗ്രന്ഥം എഴുതിയാണ്. അതാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഒരു ജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു
വളരെ പ്രധാനപ്പെട്ട മറ്റ് 5 ആത്മീയ അടിത്തറകൾ, ഫിലോസഫിക്കൽ ബേസ്മെന്റ് ഉണ്ട് ഇസ്ലാമിൽ. അതിലേക്ക് പോകണം. തഖ്വ, ഇഖ്ലാസ്, തവക്കുൽ, സബ്ർ, ഇങ്ങനെ പോകുന്നു. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, സമയമില്ല. അപ്പൊ ഇത്തരം അതിമഹത്തായ ആശയ മഹാസാമ്രാജ്യങ്ങളിലേക്ക് നിങ്ങൾ വരിക എന്നാണ്, നിങ്ങൾ ഉയരുക എന്നാണ് വക്കം മൗലവി പറഞ്ഞത്. ആ വഴിക്കാണ് അദ്ദേഹത്തിന് സ്വദേശാഭിമാനി കിട്ടുന്നത്. അദ്ദേഹം സ്വദേശാഭിമാന്യ പത്രം CPO വന്നപ്പോഴാണ് ആദ്യത്തെ എഴുതുന്നത്. CPO വന്നപ്പിള്ള ഇതാണ് ആദ്യത്തെ എഡിറ്റർ. വന്നപ്പിള്ളക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. കാരണം ഇദ്ദേഹത്തിന്റെ കൂട്ടർ റെവല്യൂഷണറി അല്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മനസ്സിലൊരു വിപ്ലവകാരിയുണ്ട്, മുഹമ്മദ് നബിയുടെ മനസ്സിലുള്ളത് പോലെ. മുഹമ്മദ് നബി എങ്ങനെയാണ് ഒരു വിപ്ലവകാരിയാകും? ഞങ്ങളൊക്കെ അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത്? മുഹമ്മദ് നബിയെ ഒരു അതിമഹത്തായ വിപ്ലവകാരിയായിട്ടാണ്. കാരണം എന്താ? അതുവരെ അറേബ്യയിലുണ്ടായിരുന്ന മുഴുവൻ അന്ധതയെയും ചോദ്യം ചെയ്ത ആളാണ്. എന്നിട്ട് അവിടെ ഒരു വിപരീത സംസ്കാരം, ഒരു അഡ്വേഴ്സറി കൾച്ചർ നിർമ്മിച്ച ആളാണ് മുഹമ്മദ് നബി. അതുപോലെ കേരളീയ ഇസ്ലാം സമൂഹത്തിലെ ഒരു വിപരീത സംസ്കാരം, ഒരു അഡ്വേഴ്സറി കൾച്ചർ ഉണ്ടാക്കാൻ പരിശ്രമിച്ച ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതാണ് മൗലവിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുക. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇത് പരസ്പര പൂരകമാണ്. രാമകൃഷ്ണപിള്ള വളർന്നത് മൗലവിയിലൂടെ, മൗലവി ഇത്രയും പ്രസിദ്ധനാകുന്നതും രാമകൃഷ്ണപിള്ള പരസ്പര പൂരകമാണ്. ഒരു പരമ ആചാര്യനെ നമിക്കുന്നത് പോലെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് അബ്ദുൽ ഖാദർ മൗലവി. എന്റെ ചിന്തയുടെ ഞാൻ കേരളത്തിൽ ഉടനീളം പ്രസംഗത്തിന് പോകുന്ന ഒരാളാണ്. എന്റെ കാരണം ഇഷ്ടം പോലെ ഞാൻ പ്രസംഗത്തിന് പോകാറുണ്ട്, അടുത്താഴ്ചയും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും അദ്ദേഹത്തിന്റെ കാര്യം പറയാറുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. അത് സാർവത്രികമായ കേരളീയ നവോത്ഥാനത്തിന്റെ അത്യുജ്വലമായ ഒരു മഹാവ്യോമത്തിലേക്കാണ് നമ്മൾ നയിച്ചത്. അത് വളരെ നന്ദിയോടെയല്ലേ നമ്മൾ ഓർക്കാൻ കഴിയും, നന്ദിയോടെ ഓർക്കാൻ കഴിയും. നമ്മുടെ സമൂഹം വളരെ ചീത്തയാണ്, നമ്മൾ വളരെ ചീത്തയാണ്. ഇന്ന് ചീത്ത മതങ്ങളേ ഉള്ളൂ സമൂഹത്തിൽ, നല്ല മതങ്ങളൊന്നുമില്ല. ഇതെല്ലാ മതത്തിലും പുരോഹിത ആധിപത്യമാണ്. പുരോഹിത മതത്തിനെതിരെ കലാപമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ ഓർക്കണം, ഇസ്ലാമിലെ യാഥാസ്ഥിതികമായ പൗരോഹിത്യത്തിനെതിരായിട്ടുള്ള കലാപമായിരുന്നു. ഇത്തരം കലാപകാരികൾ ചരിത്രത്തിൽ ഇങ്ങനെ അവതരിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാട് ഗുരുദേവനും അങ്ങനെ ഒരു കലാപകാരിയായിരുന്നു. ഈ കലാപകാരികളാണ് നമ്മെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഇന്ന് ധാരാളം ജീർണതകളുണ്ട്. അത് മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ മതങ്ങളിലും ജീർണതയുണ്ട്. ഒരു പുരോഹിതന്മാരെ സംബന്ധിച്ച് തരികയാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. പുരോഹിതം പറഞ്ഞു കേട്ടല്ല മതം പഠിക്കേണ്ടത്. ഞാൻ ചോദിക്കും, എനിക്ക് ഇസ്ലാം മതം പഠിക്കാൻ ഇസ്ലാം പുരോഹിതന് സൗജന്യം? എനിക്ക് നന്നായിട്ട് ഖുർആൻ വായിച്ച് പഠിച്ചൂടെ? എന്റെ വീട്ടിൽ അതുണ്ടല്ലോ. ഇസ്ലാമിനെ സംബന്ധിക്കുന്ന ധാരാളം ബൃഹത് ഗ്രന്ഥങ്ങൾ എന്റെ കയ്യിലുണ്ട്. ക്രിസ്തുമതത്തെ കുറിച്ചുമുണ്ട്, ബൈബിൾ ഉൾപ്പെടെ എത്രയോ ഗ്രന്ഥം, മഹാഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോ ഭാരതീയ ദർശനം പഠിക്കുന്നതിനും സാർ എന്തിനാണ് ഒരു സന്യാസി സൗകര്യം? അദ്ദേഹത്തെ തന്നെ വായിച്ച് ഒന്നായിട്ട് പഠിച്ചൂടെ? സ്വന്തമായി ചിന്തിക്കാമല്ലോ. അങ്ങനെ ഒരു മഹാപാരമ്പര്യം നമുക്കുണ്ടായിരുന്നല്ലോ. മഹാത്മാഗാന്ധിയുടെ വാർത്താശ്രമത്തിൽ ഒരിക്കൽ അബ്ദുൽ കലാം ആസാദ് ചെന്നപ്പോ ആശ്രമത്തിനകത്തെ മുറിയിൽ നിന്ന് അതിമനോഹരമായി ഖുർആൻ പാരായണം നടക്കുന്നു, ഖുർആൻ ആയത്തുകൾ അതിമനോഹരമായി. അപ്പോ ആസാദ് ചോദിച്ചു, ഗാന്ധിജിയോട് ചോദിച്ചു, മഹാത്മാ ഏത് മൗലവിയാണ് അകത്തിരുന്ന് വായിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു മൗലവിക്ക് എങ്ങനെ കഴിയൂ? അപ്പോ മഹാത്മാഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അകത്ത് പോയി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം അകത്തിൽ നോക്കിയപ്പോ ആ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരുന്നത് ആചാര്യ ബിനോബ ഭാവെയാണ്. ഓർത്തു നോക്കണം. അതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുക. ആ മഹാസംസ്കാരത്തിലേക്ക് മുഹമ്മദ് നബിയെ ഞാൻ എന്റെ പരമഗുരുവായി സങ്കല്പിക്കുന്ന ആളാണ്. ക്രിസ്തുദേവനെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെയല്ലോ. നമ്മളൊക്കെ സഹോദരങ്ങളല്ലേ? കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളാണെന്ന മഹാബോധത്തിലേക്ക് നമ്മൾ നയിച്ചതാണ് വക്കം മൗലവി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാനൊരു സാർവദേശീയ ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൽ
കേരളത്തിലെ നവോത്ഥാന ജീവിതത്തിലെ അതിശക്തമായ ഒരു ധാരയാണ് ഡോക്ടർ മൗലവി നമുക്കായി ഇട്ടിട്ട് പോയത്. അത് ഏറ്റെടുക്കുന്ന ചുമതലയാണ് നമ്മുടെ രാജ്യത്തെ ഇസ്ലാമുകൾക്കും മറ്റുള്ളവർക്കും ഉള്ളത്. അത് വൃത്തിയായി ചെയ്യുവാനുള്ളൊരവസരം നമുക്കുണ്ടാകും. അതിന് പഠനങ്ങളാണ് ആവശ്യം. ഖുർആൻ പോലും നന്നായി വായിച്ച മുസ്ലിങ്ങൾ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഖുർആൻ ശരിക്കും വായിച്ച എത്ര മുസ്ലിങ്ങളുണ്ട്? ഞാനിപ്പോൾ തുറന്നെങ്കിൽ ചോദിക്കുന്ന ആളല്ല. രാമായണമോ അല്ലെങ്കിൽ ഇവർക്ക് വേദങ്ങൾ വായിച്ചെത്ര ഹിന്ദുക്കളുണ്ട്? വളരെ ചുരുക്കമാണ്. ബൈബിൾ വായിച്ച എത്ര ക്രിസ്ത്യാനികളുണ്ട്? പിന്നെ എങ്ങനെ ഇത് പഠിക്കുന്നത്? ഇവരെല്ലാം ഇത് പഠിപ്പിക്കുന്നത്, ഇവരെല്ലാം ഇത് പഠിക്കുന്ന പുരോഹിതന്മാർ പറഞ്ഞിട്ടാണ്. അവർക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് അത്യാവശ്യം വയറ്റിപ്പഴുപ്പുള്ള കാര്യങ്ങളൊക്കെ അറിയൂ. അവരും പണ്ഡിതന്മാരാകണം. എല്ലാ മതപുരോഹിതന്മാരും വലിയ പണ്ഡിതന്മാരാകാൻ അവർ പരിശ്രമിക്കണം. അതിനെ വേണ്ടവർ ഒരു ഇസ്ലാം ശരിയായ പണ്ഡിതനാകണമെങ്കിൽ ഖുർആൻ മാത്രം വായിച്ചാൽ പോരാ, ഹദീസ് മാത്രം വായിച്ചാൽ പോരാ. ഭാരതീയ വേദാന്തവും ലോകത്തുള്ള എല്ലാ വിജ്ഞാനത്തിന്റെ സാഗരങ്ങളിലേക്ക് പോകണം. അങ്ങനെ പോകണമെന്നാണ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടുന്നത്. ഇവിടെയൊക്കെയാണ് പുനർചിന്ത ആവശ്യമായി വരുന്നത്. ഇവിടെയൊക്കെയാണ് അറിവിന്റെ പ്രകാശം. അറിവ് മുഹമ്മദ് നബി പറയുന്ന ഒരു സൂര്യപ്രകാശമാണ്. അതിലേക്കുള്ള യാത്രയാണ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചക വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, ഒരു സമൂഹത്തെ ഉത്ബുദ്ധമാക്കാനും അതിലൂടെ കേരള നവോത്ഥാനത്തിന്റെ ഒരു രാജശില്പിയായി വളരാനും കഴിഞ്ഞ അബ്ദുൽ ഖാദർ മൗലവിയോടുള്ള എല്ലാ സമസ്താദരങ്ങളും ഈ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അതിപാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രധാനത്തിന് അർപ്പിച്ചുകൊണ്ട് ഇതിനെ സംസാരം അവസാനിപ്പിക്കുന്നു.